എവിടേക്ക് പോണ്? കിച്ചുവിന്റെ മുടി വെട്ടാൻ പോവാണ് ഞങ്ങള്. ഓക്കെ. എവിടെ എവിടെ വെട്ടണ്ട്? എവിടെ വെട്ടണ്ട്? അവിടെ. ഓക്കെ. അപ്പൊ ഞങ്ങള് നടന്നിട്ടാണ് പോണ്. നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ കുറച്ചങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഉള്ള ദൂരേ ഉള്ളൂ. അപ്പോൾ അവിടെ പോയി വെട്ടാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ജെൻസിൻ്റെ ബ്യൂട്ടി പാർലറിലേക്ക് പോയത് കേട്ടോ. കിച്ചുവിന് മുടി വെട്ടണം എന്ന് പറഞ്ഞിട്ട് ആണ് പോണത്. 2 സൈഡിലും വരയൊക്കെ ഇടണം എന്ന് പറഞ്ഞിട്ട്. അവിടെ പോയത് അവൻ പൂര ഡാൻസാണ്. അവിടെ നല്ല പാട്ടൊക്കെ വെച്ച് നല്ല AC ഒക്കെ ഇട്ടിട്ട് നല്ല തണുപ്പും. അവിടെ ഒരാളുടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. കിച്ചു പിന്നെ നല്ല ഡാൻസ് കളിക്കുന്നുണ്ട്. എന്തൊക്കെയോ അവൻ കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ വെച്ചിട്ട്. വീട്ടിലായാലും പുറത്ത് പോയാലും ഒരേ സ്വഭാവമാണ് അവന്. പിന്നെ ഉണ്ണി എന്തൊക്കെയോ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അവൻ പിന്നെ ഒതുങ്ങിയിരിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണില്ല കേട്ടോ. പിന്നെ എന്തോ ചെയ്യട്ടെ വിചാരിച്ചു. അങ്ങനെ കിച്ചുവിൻ്റെ മുടി വെട്ടാൻ അയാൾ കസേരയിലൊക്കെ കൊണ്ടിരുത്തി. കിച്ചുവിന് പിന്നെ എങ്ങനെയായാലും കുഴപ്പമില്ല എന്നുള്ള അവസ്ഥയിലാണ്. പിന്നെ അവൻ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവന് കുതിരപ്പുറത്ത് ഇരിക്കണ പോലെയാണ് ഇരിക്കുന്നത്. 2 സൈഡിലും വരെ. ഉണ്ണി പിന്നെ ഇടയ്ക്ക് പോയിട്ട് അവനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കിച്ചുവിൻ്റെ മുടി വെട്ടുമ്പോൾ ഉണ്ണിക്ക് ഒരാഗ്രഹം അവളുടെ മുടി വെട്ടണം എന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചത് ഒറ്റപ്പാലം പോയി മുടി വെട്ടാമെന്നാണ്. അപ്പോൾ അവൾക്ക് ഇന്ന് തന്നെ വെട്ടും. അങ്ങനെ ഉണ്ണിയുടെ മുടി വെട്ടിത്തരാൻ പറഞ്ഞു കേട്ടോ. ആള് ഇറക്കം കുറയ്ക്കല്ലേ വേണ്ടുള്ളൂ, അപ്പോൾ അത് ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഉണ്ണിയുടെ മുടി വെട്ടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ കിച്ചു പിന്നെ അവിടെ ഇരിക്കണ കസേരയിൽ അങ്ങടും ഇങ്ങടും ഒക്കെ കറങ്ങി തിരിയുന്നുണ്ട് കേട്ടോ. അവനോട് ഒതുങ്ങിയിരിക്കാൻ പറയുമ്പോൾ പിന്നെ അവ അതനുസരിക്കുന്ന സ്വഭാവം ഇല്ലല്ലോ. ഉണ്ണിയുടെ പിന്നെ ആള് കുറച്ചിങ്ങനെ ലെങ്ത്ത് കുറയ്ക്കുക മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ഇവിടെ വരച്ച് ഇങ്ങോട്ട് നോക്ക് മോനെ, ഇങ്ങോട്ട് നോക്കടാ, ഇങ്ങോട്ട് നോക്ക്. അങ്ങനെ വരച്ചു. പിന്നെ ഉണ്ണിയുടെ മുടി ഇറക്കം കുറച്ചു അല്ലേ, കുറച്ചൊരു അത്രയേ ഉള്ളൂ വീതി. പിന്നെ ഞങ്ങൾ നോക്കുമ്പോഴാണ് ബ്ലേഡ് തട്ടിയിട്ട് കിച്ചുവിന് മുറി അയക്കണം കേട്ടോ. അപ്പോൾ അവൻ വേഗം അച്ഛനോട് വന്നിട്ട് ഇങ്ങനെ പറയട്ടോ, മുറിയായി 2 വര വരച്ചു എന്നുള്ളതൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.